ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അവസാന കാലഘട്ടത്തിൽ നടക്കുകയും സമൂഹത്തിൽ നടമാടുകയും ചെയ്യുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് യകുസുറു സിനാ, വ്യഭിചാരം അധികരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഉറപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വയകുസുറു ഔലാദു സിനാ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കുമേ, ജാരസന്താനങ്ങൾ അധികരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് സുപ്രീം കോടതി പോലും ലാഘവത്തോടുകൂടി കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് പാസാക്കി കൊടുത്തതല്ലയോ വിവാഹേതര ലൈംഗിക ബന്ധം പ്രശ്നമല്ല. അയൽവക്കത്തെ കാക്ക വന്നിട്ട് സ്വന്തം ഭാര്യയെ അവന്റെ ഭാര്യ വന്ന് ബന്ധപ്പെട്ടിട്ട് പോയാൽ അല്ല കേസില്ല. രണ്ടുപേരും ഇഷ്ടപ്രകാരമാണ് എങ്കിൽ റാഹത്തായി. അതാണ് ഇപ്പോഴത്തെ വിധി അല്ലേ? ആർക്കൊന്നും പറയാൻ പറ്റൂല. വിവാഹേതര ലൈംഗിക ബന്ധം സ്വച്ഛന്തം വിഹരിക്കാം, ആർക്കും എവിടെയും കയറി ചെല്ലാം, ആരെയും പിടിക്കാം. ആ താത്താക്ക് സമ്മതം ഉണ്ടായാൽ മതി അല്ലേ? ഇപ്പോഴത്തെ സൗകര്യം അതാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും എന്താണ് ഇതിനെ പറ്റി പറയുന്നത്? വമിൻഹാ യകുസുറു സിനാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് വ്യഭിചാരം അധികരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം അധികരിക്കും ആദരവായ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? നിസ്സാരമായി കാണരുത്, നമ്മൾ നിസ്സാരമായി കാണരുത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിൽ ചിലർ അങ്ങനെയാണ് കരുതുന്നത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പരസ്പരം അന്യപുരുഷന്മാര് തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അതാണ് വ്യഭിചാരം. ഒരിക്കലുമല്ല. ഇസ്ലാമിക ദൃഷ്ടിയാൽ വ്യഭിചാരം അങ്ങനെയല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലൈനാനി തസിനിയാൻ ഫസിനാഹുമാ അന്നളുറൂ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ കതബ അല ഇബ്നി ആദം നസീബഹു മിനസ് സിനാ മുദ്രികുൻ ലാ മഹാലത. ആദരവായ റസൂലുള്ളാഹി പ്രവാചകൻ തുടങ്ങുന്നത് തന്നെ ഹദീസിന്റെ തുടക്കം തന്നെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന വചനം കൊണ്ടാണ്. ഇന്നല്ലാഹ കതബ അല ഇബ്നി ആദം നസീബഹു മിനസ് സിനാ. ഈ ദുനിയാവിൽ ആദം സന്തതികളായി കടന്നുപോയിട്ടുള്ള ഏതൊക്കെ വ്യക്തികളുണ്ടോ, സമൂഹമുണ്ടോ, മനുഷ്യ മക്കളെ, മാനവ കുലമേ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിചാരത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നല്ലാഹ കതബ അല ഇബ്നി ആദം നസീബഹു മിനസ് സിനാ മുദ്രികുൻ ലാ മഹാലത. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വ്യഭിചാരത്തിന്റെ അവസ്ഥാവിശേഷം കടന്നു വരുമേ. വ്യഭിചരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ ജീവിതത്തിൽ ഒരു ആദം സന്തതികളും കടന്നു പോകൂല എന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി. മുദ്രികുൻ ലാ മഹാലത, തീർച്ചയായും എത്തിക്കും, അത് നിസ്സംശയം സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ ഈ പറഞ്ഞത്? വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം, അന്യ സ്ത്രീകളെ വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം ആദം സന്തതികളാകുന്ന ഞാനും നിങ്ങളും അടക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി തരും. ഇതിനെ പരീക്ഷണം അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതെപ്പോഴാണ് ഉസ്താദ് ഡേറ്റും തരുമായിരുന്നു, കുറിച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു. ചിലവന്മാരിപ്പോ അത് പിന്നെ ജീവിച്ചത് നന്നായി. അങ്ങനെ ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ അത് റാഹത്താക്കണം. അള്ളാഹു ആക്കട്ടെ.
ജീവിതത്തിൽ എപ്പോഴെങ്കിലും വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം ആരും ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യം റബ്ബ് ഒഴുക്കി തരും. നഊദുബില്ലാ, അല്ലാഹു നമ്മളെ ആ സാഹചര്യത്തിൽ തൊട്ട് കാക്കട്ടെ. ഉണ്ടാവും, ജീവിതത്തിൽ ഉണ്ടാവും, ഒരിക്കലെങ്കിലും ഉണ്ടാവും. അതാണ് ഹദീസ്, മുത്തുനബി പഠിപ്പിച്ചതാണ്. ഹദീസാണ്, ഇത് ആർക്കും തള്ളാൻ പറ്റൂല. തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഉറപ്പെടുത്തുകയാണ്, ഫൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളറൂ. രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. കണ്ണുകളുടെ വ്യഭിചാരം ഹറാമായ നോട്ടമാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അന്യ പെണ്ണിലേക്ക് നീ നോക്കുന്നുണ്ടോ, വികാര വിചാരത്തോടുകൂടിയുള്ള നിന്റെ നോട്ടമില്ലയോ, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ശഫിയായ റസൂലുള്ളാഹി. ഇന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ, ചിന്തിക്കുന്ന സഹോദരങ്ങളുണ്ടോ, സഹോദരിമാരുണ്ടോ, എല്ലാവരും ടിക്ടോക്കിലൂടെ പരസ്പരം കളികോപ്പുകൾ കൊണ്ട് ജീവിതം നിറയ്ക്കുകയല്ലയോ. സിനിമാ ഡയലോഗുകൾ കൊണ്ട്, സിനിമാ പാട്ടുകൾ കൊണ്ട് ടിക്ടോക്കുകൾ നിറയ്ക്കുന്ന സമൂഹമല്ലയോ. അന്യ സ്ത്രീ പുരുഷന്മാരുമായി പരസ്പരം കാണാൻ കൊതിക്കുന്നതായ കോളേജ് കുമാരന്മാരും കുമാരിമാരുടെയും ലോകത്തല്ലയോ നമ്മൾ അധിവസിക്കുന്നത്. രാവിലെ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ അന്യ പെണ്ണിനെ കാണാനാണ്. രാവിലെ കോളേജിലേക്ക് കുളിച്ചൊരുങ്ങുന്നത് തന്നെ അന്യ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ നുകരാനാണ്. ഫൽഐനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകൾ വിചരിക്കും സാബ, ഫസിനാഹുമാ അന്നളറൂ. രണ്ട് കണ്ണുകളുടെ വിചാരം ഹറാമായ നോട്ടമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിനെ തൊട്ട് അല്ലാഹു ആക്കട്ടെ. ഡെയിലി 2GB നെറ്റൊക്കെ ഉപയോഗിക്കുന്ന സഹോദര സഹോദരിമാർ, എന്താണ് നീ കണ്ടു തീർക്കുന്നത്? നീ തന്നെ നിന്റെ സ്വന്തം ശരീരത്തോടൊന്ന് ചോദിക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ ദിവസവും 2GB നെറ്റ് അല്ലേ ഉപയോഗിച്ച് തീർക്കാൻ 499-നും 399-നും ഒക്കെ ജിയോയ്ക്കൊക്കെ റീചാർജ് ചെയ്യുന്ന ചെറുപ്പക്കാരോട് സ്നേഹത്തോടു കൂടി ചോദിക്കട്ടെ, ഈ 1.5 GB-യും 2 GB-യും ഒക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ എന്തിനാണ് ചെലവഴിക്കുന്നത്? എന്ത് ഹൈറായ മേഖലയിലാണ് ചെലവഴിച്ചത്? വയല് കേൾക്കാനാണോ? ഇൽമു നുകരാനാണോ? എന്തെങ്കിലും മസാലകൾ സെർച്ച് ചെയ്യാനാണോ? ഒന്നുമല്ല. കുറെ സിനിമകൾ കാണണം, അശ്ലീലതകൾ കണ്ട് കണ്ണു നിറയ്ക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മലഅൈനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ മലഅൈനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. ഈ ദുനിയാവിൽ പാതിരാത്രി സമയത്ത് നെറ്റ് മുഖേന അശ്ലീലതകൾ കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരില്ലയോ, സഹോദരിമാരില്ലയോ? ഖേദിക്കണേ, ദുഃഖിക്കണേ, പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, മൻ മലഅൈനഹു ബിൽ ഹറാം, ഹറാം കണ്ടുകൊണ്ട് കണ്ണ് നിറയ്ക്കുന്നവരെ,
മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. നാളെ നരകത്തിലെ വിറകുകൊള്ളികൾ കൊണ്ട് അവന്റെ കണ്ണുകളെ അല്ലാഹു നിറയ്ക്കുമേ, നരകത്തിന്റെ തീപ്പൊരി കൊണ്ട് നിറയ്ക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ട് രസിക്കുന്ന സഹോദരാ സഹോദരി, പാതിരാത്രി സമയം വരെ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ നിറയ്ക്കുന്നതായ ചെറുപ്പക്കാരാ, കാമുകയുമായിട്ട് രഹസ്യമായി ഭാഷണം നടത്തി അയ്യമ്മയുടെ ചാറ്റിംഗ് നടത്തുന്ന മുസ്ലിമേ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുഖേന നിന്റെ കണ്ണുകൾ നരകത്തിന്റെ തീപ്പൊരി കൊണ്ട് നിറയ്ക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മൻ മല ഐനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീനില്ലേ? ഉറക്കം പറയും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് കണ്ണ് ശ്രദ്ധിച്ചോ, കണ്ണ് ശ്രദ്ധിച്ചോ. കണ്ണ് ഭയങ്കര ഭാഗ്യമുള്ള അവയവമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, നമ്മുടെ കണ്ണിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലേ? കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ണടയാൻ എല്ലാവരും കണ്ണട യുക്കുന്ന യുഗത്തിലേക്കാണ്. എന്താണ് അവസ്ഥ? ചിന്തിച്ചു നോക്കും. കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും. അല്ലാഹു ഖൈറായത് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈകൾ വിചരിക്കുന്നുണ്ട് സാബ, കൈകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈകളുടെ വിചാരം ഹറാമായ പിടുത്തമാണ്, പിടുത്തമാണ്. അന്യ പെണ്ണിന്റെ ശരീരഭാഷ കണ്ടുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് കൈ പോകുന്നുണ്ടോ, പൊങ്ങുന്നുണ്ടോ? ബസ്സിൽ കയറുമ്പോ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് തൊടാൻ ആഗ്രഹം ജനിപ്പിക്കുന്നുണ്ടോ? അവളുടെ ശരീരത്തിലേക്ക് ട്രെയിനിൽ കയറിയപ്പോൾ നീ തൊട്ടിട്ടുണ്ടോ? ഏത് സ്ഥലത്ത് വെച്ചാകട്ടെ, ഏത് രാത്രിയിൽ വെച്ചാകട്ടെ, ഏത് പകലിൽ വെച്ചാണ്ടാകട്ടെ, നിന്റെ കൈ അത്തരത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈയുടെ വിചാരം ഹറാമായ പിടുത്തമാണ് ചെറുപ്പക്കാരായെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ സൂക്ഷിച്ചോ, കൈ സൂക്ഷിച്ചോ. വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്, വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കുടുംബക്കാരൊക്കെ ബന്ധുക്കളൊക്കെ കല്യാണത്തിന്റെ സുദിനത്തിൽ അതിന്റെ തലേന്നൊക്കെ വീടുകളിൽ വരും, വീടുകളിൽ വരും. അല്ലേ? എവിടെ കിടന്ന് ഉറങ്ങുന്നത്? ആരും ശ്രദ്ധിക്കുന്നു തന്നെ ഇല്ല. ചിലപ്പോ അട്ടിയിട്ട് ഉറങ്ങുകയാണ്. ഒരു റൂമിൽ തന്നെ 10 പേര് 12 പേര് ഒരുമിച്ച് കിടന്ന് ഉറങ്ങുക. പലതും സംഭവിക്കാം, ശ്രദ്ധിക്കണം. അത് കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എല്ലാവരും നെയ്ച്ചോറ് ഇറച്ചിയും കഴിച്ചായിരുന്ന പോയി കുലുക്കി സർബത്ത് അടിച്ച് കടന്നോ എന്ന് പറയലല്ല. അവർക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ അവനവന്റെ വീട്ടിലോട്ട് പോവാ. ഒരു സെക്കൻഡ് മതി എന്തെങ്കിലും സംഭവിച്ചു പോകാൻ. കൊച്ചാപ്പയുടെ മകള്, മൂത്താപ്പയുടെ മകള്, മൂത്താപ്പയുടെ മോന് ഡിംഡോൾഫിയാക്കി ആഹത്തായി രാത്രിയിൽ കഴിഞ്ഞ്. പെണ്ണുങ്ങൾ തമ്മിൽ നടക്കാം, ആണുങ്ങൾ തമ്മിൽ നടക്കാം. അതൊക്കെ ഹദീസുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അതിലൊക്കെ പോയി ഒരുപാട് പോകും. അല്ലാഹു സാഹചര്യങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുന്നതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പുരുഷന്മാർ തമ്മിലും ഉണ്ടാകാം, സ്ത്രീകൾ തമ്മിലും ഉണ്ടാകാം. ഹദീസല്ലേ, നബിതകൾ പഠിപ്പിച്ചതല്ലേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മിൻഹാ നികാഹുർ റജുലി അർറജുല
ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കണ്ടാൽ ആ ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബായ റസൂലുള്ളാഹി. പാശ്ചാത്യരുടെ ശൈലികൾ ദുനിയാവിൽ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ ലിവാത്തിന്റെ സമ്പ്രദായം കൊണ്ടുവരുന്നതായ ആളുകളില്ലയോ? ചെറുപ്പക്കാരാകുന്ന കുട്ടികളുടെ കൈവശം മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ റീചാർജ് ചെയ്തു കൊടുത്തിട്ടോ കടയുടെ പിന്നാമ്പുറത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് അശ്ലീലതകൾ ചെയ്തുകൊണ്ട് സായുജ്യമണി എന്ന പ്രായം ചെന്നവരില്ലയോ? നിക്കാഹുർ റജുലി അർറജുലാ, ലോകാവസാനത്തിന്റെ അടയാളമാ പുരുഷന്മാര് പുരുഷനുമായി ലൈംഗിക വീഴ്ച നടത്തുന്നത് കണ്ടാലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നല്ല വെളുത്തു തുടുത്ത കുണ്ടന്മാരെ ചുള്ളൻ ചക്കന്മാരെ കൊണ്ടുവന്ന് കടയുടെ പിന്നാമ്പുറത്ത് നിർത്തിയിട്ടോ അവരെ ഏതെങ്കിലും വീടിന്റെ കത്തളത്തിൽ കൊണ്ടുവന്ന് ആരുമില്ലാത്ത സാഹചര്യത്തിൽ അവരെ ലിവാത്ത് നടത്തുന്ന പരിപാടിയില്ലയോ? പാടില്ല സഹോദര, പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബുനാ റസൂലുള്ളാഹി. വനികാഹുൽ മർഅതി അൽ മർഅത, സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടമല്ലയോ? എത്രയോ ക്യാമ്പസുകൾ നടക്കുന്നുണ്ട്, എത്രയോ ഹോട്ടൽ റൂമുകൾ നടക്കുന്നുണ്ട്. മുസ്ലിം സഹോദരിമാര് തന്നെ സഹോദരിമാരുമായി ശാരീരിക ബന്ധത്തിൽ താല്പര്യം വെക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ലോകാവസാനത്തിന്റെ അടയാളമാ നിക്കാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. ചിന്തിക്കണം, ചെറിയ കാര്യമല്ല. കല്യാണം നടക്കുന്നു, നിശ്ചയം നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു, റാത്തീബ് നടക്കുന്നു, മൗലൂദ് നടക്കുന്നു, ഒക്കെ കൂടുമ്പോ ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടെന്താ നിക്കാഹ് വേണ്ട, ലാത്തീബ് വേണ്ട, മൗലൂദ് വേണ്ടെന്ന മുസ്ലിയാർ പറഞ്ഞിട്ട് പോയെന്ന്? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മള് ഇങ്ങനെയുള്ള ചില കടത്തവും അതും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അത് ശ്രദ്ധിക്കണം, ചെറിയ വിഷയമല്ല അത്. നമ്മളോർക്കും കൊച്ചാപ്പാടെ മോനല്ലേ, കുഴപ്പമൊന്നുമില്ല, സൈഡിൽ കടന്നോട്ടെ എന്ന് കരുതി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രാവിലെ ആകുമ്പോ തോർത്തുമായിട്ട് പോകുന്നതാണ്. അള്ളാഹു കാക്കട്ടെ. അവിടെ ശ്രദ്ധിച്ചോ, ചെറിയ കാര്യമല്ല ഇതൊക്കെ, ഗൗരവത്തിൽ പറയണ്ടേ, ഇതൊക്കെ സാര കാര്യമല്ല. ചില കാര്യങ്ങൾ നമ്മൾ മൂടിയേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. അതുകൊണ്ടല്ലേ 7 വയസ്സാകുമ്പോ തന്നെ കുട്ടികൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ കൽപ്പിക്കണം, അല്ലേ? 10 വയസ്സായ കുട്ടിയെ നിസ്കരിച്ചില്ലെങ്കിൽ അവനെ അടിക്കണം. പറഞ്ഞെടുത്ത് കാണാം എന്ത് ചെയ്യണം? 10 വയസ്സായ കുട്ടികൾക്ക് കിടപ്പ പ്രത്യേകം മാറ്റി കൊടുക്കണം, കിടക്ക പ്രത്യേകം മാറ്റണം, പ്രത്യേകം മാറ്റണം. ശ്രദ്ധിക്ക്. കേൾക്കാൻ പറ്റുന്ന പറഞ്ഞ ഫോണിലെ കാര്യമാണ് പറഞ്ഞത്, അത് കേൾക്കാനൊന്നും ഇത് കേട്ടില്ലേ പിന്നെന്താ? ശ്രദ്ധി. ഫോണിൽ കൂടെ പറഞ്ഞാൽ നീ പറയുന്ന ഇവിടെ കേൾക്കുന്നില്ല, ഇവിടെ ആരണ്ട് അലറുന്നു, അതാണ് പറയുന്നത്. എന്താണ് ബക്കറ്റ് ഒരു സമയ ആയില്ലേ? അല്ല, എല്ലാരും വന്നു കഴിഞ്ഞാൽ പിരിക്കാന്ന് എഴുതിയിട്ട്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി, അതങ്ങ് അടക്കട്ടെ, പരിപാടി അടക്കട്ടെ. നല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെൽത്തിന് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഒന്ന് കൈക്ക് പിടിക്കുക. വേഗം കൊണ്ടോ. ബിസ്മില്ലാ. എല്ലാവരും നല്ലൊരു സ്വതക്ക കൊടുക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ആദം സന്തതികൾ ആരുണ്ടോ അവർ ഈ ദുനിയാവിൽ വെച്ച് വ്യഭിചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമേ. മുദ്രിക്കുല്ല മഹാല, ഉറപ്പായിട്ടുണ്ടാവും ജീവിതത്തിൽ. സാധാരണ എനിക്കുണ്ടായിട്ടില്ല എന്ന് പറയുന്നവരോടൊരു ക്വസ്റ്റ്യൻ, നീ അന്യ പെണ്ണുമായിട്ട് ഒറ്റയ്ക്ക് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നിന്റെ ജീവിതത്തിൽ? ഉണ്ട്. അതെന്നെ നീ പറഞ്ഞു. അല്ല, നീ മനസ്സിലാക്കുന്ന എന്താണ്? കണക്ഷൻ ഉണ്ടാകുന്ന കാര്യം ഓർത്ത് ചിന്തിച്ചിരിക്കുകയാണ്, അത് നോക്കിയിരിക്കണ്ട. ഈ പറഞ്ഞ രീതിക്ക് ഉണ്ടായിട്ടുണ്ടോ? അന്യ പെണ്ണുമായിട്ട് തനിച്ചിക്കേണ്ട ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ടല്ലോ സാർ. ഇപ്പോഴും ഡെയിലി അത് ഉണ്ടായിട്ടുണ്ട്. എന്നാ അത് തന്നെയാണ് വ്യഭിചാരം എന്ന് പറഞ്ഞത്. അതാണ് ഈ പറഞ്ഞത്, കണ്ണിന് വ്യഭിചാരം, അന്യ പെണ്ണുമായിട്ടുള്ള കാഴ്ചകൾ, കൈക്ക് വ്യഭിചാരം, പിടുത്തം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കൂട്ടർ തീർച്ചയായും നാളെ മഹ്ശറയിൽ കരയുകയില്ലത്രേ. അവർ നാളെ നരകത്തെ പ്രവേശിപ്പിക്കുകയില്ല, അവർ നരകത്തിൽ അല്ലാഹു കടത്തുകയില്ല. ثلاث أعين لا ترى أعينهم النار. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, 3 കണ്ണുകൾ നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ ദർബാറിൽ പടച്ചറപ്പിന്റെ തിരുഹളറത്തിലെത്തുമ്പോ നരകത്തെ അല്ലാഹു ജനങ്ങളുടെ മുമ്പാകെ പ്രൊസീഡ് ചെയ്യുമ്പോ ഈ 3 കൂട്ടർ, ഈ 3 വിഭാഗം ആളുകൾ അവർ തീർച്ചയായും നരകത്തിൽ കടക്കുകയില്ല, അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകത്തെ കാണുക പോലുമില്ലത്രേ. അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരാണവരെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മറ്റൊരു റിവായത്തിലൂടെ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, കുല്ലു ഐനിൻ ബാക്കിയാ ഇല്ലാ സലാത്ത്. 3 കണ്ണുകളൊഴികെ ലോകത്തുള്ള സർവ്വ കണ്ണുകളും കരയുമത്രേ. നാളെ മഹ്ശറയിൽ വിലപിക്കുകയാണ്, പടച്ചറബിന്റെ ദർബാറിൽ പൊട്ടിക്കരയുകയാണ്. 3 കണ്ണുകൾ വിലപിക്കുകയില്ല, അവർ കരയേണ്ടതില്ല, അവർ സന്തോഷിക്കണേ. ആരൊക്കെയാണ് യാ റസൂലല്ലാഹ്? സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മൻഹും യാ ഹബീബല്ലാഹ്? ആരാണ് റസൂലേ, ആരാണ് ഹബീബേ? ആ 3 വിഭാഗമാരാണ്, ആ 3 കൂട്ടരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി എണ്ണിയത് ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഈ ദുനിയാവിൽ ഹറാം കാണാത്ത കണ്ണുകളുണ്ടോ, ഹറാം ദർശിക്കാത്തതായ കണ്ണുകളുണ്ടോ, അവർ തീർച്ചയായും നാളെ നരകം കടക്കൂല, നരകത്തിൽ പ്രവേശിക്കേണ്ടതില്ല. നാളെ മഹ്ശറയിൽ അവർക്ക് കരയേണ്ടി വരികയില്ല. ജനകോടികൾ മുഴുവനും മഹ്ശറയിലേക്ക് വന്നുകൊണ്ട് നഫ്സി നഫ്സി, എന്റെ ശരീരമേ, എന്റെ ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഈ 3 വിഭാഗം ആളുകൾക്ക് അവർക്ക് കരയേണ്ട അവസ്ഥയില്ല. അതിലൊന്നാമതായി പ്രവാചകൻ പരിചയപ്പെടുത്തിയത് ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാം കാണാത്ത കണ്ണാണ്. ഈ ദുനിയാവിൽ സിനിമ കാണാത്ത, ഈ ദുനിയാവിൽ സീരിയൽ ദർശിക്കാത്ത, ഈ ദുനിയാവിൽ അശ്ലീലത കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിപ്പിക്കാത്ത, സീരിയലിന് അടിമപ്പെടാത്ത, മോശപ്പെട്ടതാകുന്ന സിനിമകളും സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ട് തന്റെ കണ്ണുകളെ മലീമസമാക്കാത്ത, ഒരു ടിക്ടോക്കിന്റെ വീഡിയോയിലേക്കും തന്റെ കണ്ണുകളെ കൊണ്ടുപോകാത്ത, തന്റെ കണ്ണുകളെ അന്യ പെണ്ണിലേക്ക് ദർശിപ്പിക്കാതെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ടോ, അവർക്ക് തീർച്ചയായും നരകീയ മോചനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കണ്ണതാണ്, ഹറാം കാണാത്ത കണ്ണ്. അതെ, അങ്ങനെ ഇപ്പൊ ആരും ഉണ്ടാവൂലല്ലോ. സീരിയൽ കാണാത്ത ആരാള്, സിനിമ കാണാത്ത ആരാള്, ഇതൊക്കെ നമുക്ക് ചിന്ത. എത്രയോ സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ സമുന്നതരാകുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, എത്രയോ നല്ല സാത്വികരാകുന്ന സാലിഹീങ്ങൾ ഈ ലോകത്ത് മറമറഞ്ഞു പോയിട്ടുണ്ട്. എത്ര ആളുകളുണ്ട് നമ്മുടെ ക്ലാപ്പന ദേശത്ത് തന്നെ, എത്ര ആളുകളുണ്ട്. നമുക്ക് തന്നെ പരിചിതമുള്ള എത്രയോ മുഖങ്ങളുണ്ട്, എത്രയോ ഉലമാക്കളുണ്ട്. അല്ലാഹുവിനൊക്കെ ദറജ ഉയർത്തട്ടെ. ടി വി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, ടി വി ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടാവും. അതിനൊന്നും വലിയ ഒരു തലമുറ മതി, ഒറ്റ തലമുറയിലേക്ക് നോക്കിയാൽ മതി, ഒരു പഴയ തലമുറയിലേക്ക്. അല്ലാതെ ഒരുപാട് തലമുറ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഒന്നും പോകണ്ട. ടി വി ഉള്ള കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച് ഇതൊന്നും കാണാതെ, അശ്ലീലതകൾ കാണാതെ ഇന്നുണ്ടല്ലോ ആളുകൾ. ഇന്നുണ്ടല്ലോ എത്ര ഉമ്മമാര്, എത്ര ഉപ്പമാരുണ്ട്. ഇപ്പോഴും ഒരെണ്ണം മൊബൈൽ ഫോൺ പഴയതായിരിക്കും, ഓക്കെ, മൊബൈൽ ഉണ്ടെങ്കിൽ നോക്കിയ പഴയ ഐറ്റായിരിക്കും. അവർക്ക് വേണ്ട, മകൻ നല്ല ഗൾഫിലാണ്, നല്ല പ്രൗഢിയിൽ ജീവിക്കാൻ, മകൻ നാട്ടിൽ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. അപ്പാട് പറഞ്ഞിട്ട് അപ്പാ മൊബൈൽ ഒന്ന് മാറ്റി കൂടിയ തരാം, ഇതാകുമ്പോ ഫോട്ടോ എടുക്കാം, അപ്പാക്ക് സെൽഫി എടുത്ത് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും അപ്പ എന്റെ പൊന്നുവാൻ നമുക്കിത് മതി.
വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത എത്ര ഉമ്മമാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഉപയോഗിക്കാൻ അറിയാത്തവരുമുണ്ട്, അറിയുന്നവർ കൂടുതലായിരിക്കും, അറിയാത്തവരുമുണ്ട്. ഫേസ്ബുക്ക് ഇല്ലാത്ത, അക്കൗണ്ട് ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. എത്ര സഹോദരങ്ങളുണ്ട്, എത്ര സഹോദരിമാരുണ്ട് ഇന്നുമുണ്ട്. പ്രായം ചെന്ന ഒരുപാട് ആളുകൾ, അവർ അശ്ലീലതകൾ അധികവും കണ്ടിട്ടില്ല, അവർ അത് ദർശിച്ചിട്ടില്ല, അതിലേക്ക് പോയിട്ടുമില്ല. ഒരു സീരിയലും അടിമപ്പെടാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയോ സാലിഹത്തുകളാകുന്ന സ്ത്രീകൾ ഇന്നുമുണ്ട് ഈ ലോകത്ത്. നമ്മുടെ നാട്ടിൻ പുറത്ത് എങ്ങും അന്വേഷിച്ചോടുണ്ടാവും. അപ്പൊ നമുക്കും മാറാൻ സാധിക്കും നമ്മളൊന്ന് ചിന്ത വെച്ചാൽ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ബന്ധം അതിനോടാണ് നമുക്ക്, അല്ലേ? അത് ഉപയോഗം കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. എപ്പോഴും മൊബൈൽ ഫോൺ, നിലയ്ക്കാതെ മൊബൈൽ ഫോൺ, അശ്ലീലത കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഒന്നുമില്ലെങ്കിലും വെറുതെ ഫേസ്ബുക്ക് വാട്സാപ്പിലൊന്ന് കയറി വെറുതെ പോകും. ശൈത്താൻ എത്രത്തോളം പിടികൂടിയിട്ടുണ്ട്. തിരിച്ചു വരാൻ നമുക്ക് കഴിയുമോ ചിന്തിക്കും. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം വില കൂടിയ മൊബൈൽ ഫോണിൽ എല്ലാം ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ അദ്ദേഹം അതെല്ലാം മാറ്റി സാധാ ഒരു മൊബൈൽ ഫോൺ ആക്കി. അദ്ദേഹം പറയുന്ന ഉസ്താദേ, ഈ വാട്സാപ്പിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മെസ്സേജ് അത് വേണ്ടി ഞാൻ അതൊന്നും ഒഴിവാക്കി. സാധാ മൊബൈൽ ഫോൺ, ഫോട്ടോയും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, അത്യാവശ്യം കോൾ അറ്റൻഡ് ചെയ്യുക, എവിടാന്ന് ചോദിക്കുക, ഇന്നെടുത്താന്ന് പറയാ മതി, എന്റെ ആവശ്യമുള്ളല്ലോ. മറ്റേത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അത് തന്നെ ജീവിതം, മൊബൈൽ ഫോൺ തന്നെ ജീവിതം. എത്രയോ ചെറുപ്പക്കാരങ്ങനെയുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. ജീവിതം അതല്ലല്ലോ, ജീവിതം അത് മാത്രമായി കഴിച്ചു കൂട്ടുന്നവർ. ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ ഫോൺ, ബാത്റൂമിൽ പോകുമ്പോഴും ഇതുമായിട്ട് പോകും. അരെ ഇത് വെച്ചോണ്ടാ പോകുന്നത്. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക, എത്തിക്കാഫി ഇരുന്ന് അവിടെ ഇരുന്ന് നോക്കുക, അപ്ഡേറ്റ് അവിടെ ഇരുന്ന് തന്നെ വല്യം തേക്കുക. ആകത്തെ ഒരു കൈ ബ്രഷ്, ഒരു കൈ മൊബൈൽ ഫോൺ. കഴുകാൻ നേരത്ത് ബ്രഷ് മാറ്റി വെക്കുന്ന മൊബൈൽ, എന്നിട്ട് കഴുകുന്നു. അങ്ങനെയുണ്ട് എന്ന് പറയാൻ അത്രത്തോളം അഡിക്റ്റ് ആയിട്ട് പോയി, അതിനഡിക്റ്റായി ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ സഹോദരങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എത്രത്തോളം നമ്മളെ പൈശാചികത്തിൽ അടിമപ്പെട്ടു. ഇതില്ലാതെ കഴിയുന്നില്ല. എപ്പോഴും ഒന്നില്ലേ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ്, ഇതില്ലാതെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടു പോയി. ഇനി ഒരു തിരിച്ചുവരവിന് പറ്റുമോ? ഇനി എന്ത് ചെയ്യണം? തങ്ങൾ പറയുകയാണ്, 3 കൂട്ടർക്ക് തീർച്ചയായും നരകത്തിൽ നിന്ന് മോചനമാണ്. അതിലാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഹറാമ കാണാത്ത കണ്ണ് ആർക്കുണ്ടോ നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കണ്ണ് വഅയ്നു സഹറതു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളുണ്ടോ? പടച്ചറബിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങൾ ഉറക്കമൊഴിച്ചവരുണ്ടോ? വെള്ളിയാഴ്ച രാവാണ്, സലാത്തുകൾ ചൊല്ലിക്കൊണ്ട് എന്റെ ഹബീബിനെ ഒന്ന് കാണണമെന്നുള്ള അടങ്ങാത്ത ആശ വെച്ചുകൊണ്ട് ബുർദത്തു ശരീഫ് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടിയവരുണ്ടോ? പരിശുദ്ധമാക്കപ്പെട്ട സലാത്ത് ചൊല്ലി ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ടോ? രാത്രി തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സഹോദര സഹോദരിമാരുണ്ടോ? നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഅയ്നു ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്, ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പടച്ചറബേ ഞാൻ തെറ്റുകൾ ചെയ്തു പോയി അല്ലാ, അശ്ലീലത കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചു പോയി റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ എന്ന പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ? മൂന്നാമത്തെ കൂട്ടരവരാണ്, അവർക്ക് തീർച്ചയായും നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാപ്പനയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് തെറ്റുകൾ കടന്നു വന്നിട്ടുണ്ടാകാം. ഹറാമുകൾ കണ്ടു തീർത്ത കണ്ണാകാം, ഹറാമുകൾ ചെയ്തു തീർത്തതായ കൈകളാകാം, കാട്ടി തീർത്തതായ കാതുകളാകാം. പടച്ചറബിലേക്ക് തൗബ ചെയ്യേണ്ട സമയമാണ്. ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് നീ തൗബ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ കണ്ടുപോയി അല്ലാ,
ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോയി അല്ലാ. ഹറാമായ ഭാഷണം ഞാൻ എന്റെ നാവ് കൊണ്ട് നടത്തിപ്പോയി അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, വല്ലിസാനു തസിയാൻ, നാവിന് വ്യഭിചാരമുണ്ട് സാബാ, ഫസിനാഹു അൽ കലാം. അന്യ പെണ്ണുമായി പാതിരാത്രി സമയത്ത് ഭാഷണം നടത്തുന്ന ചെറുപ്പക്കാരില്ലയോ, സഹോദരങ്ങളില്ലയോ, നഊദു ബില്ലാഹ്. അന്യ പുരുഷനുമായി ചങ്ങാത്തം കൂടി കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരനാണ്, അവനുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാര്, പാതിരാത്രി സമയത്ത് അവരുമായി ഭാഷണം നടത്തുന്നവരില്ലയോ. നാവിന്റെ വിചാരമാണ് സഹോദരി, നാവിന്റെ വിചാരമാണ് പെങ്ങളെ. എത്രയെത്ര മുസ്ലിം സഹോദരിമാരാണ് 40-50 ഏജുള്ള സഹോദരിമാര്, ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പുരുവയലത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായി ഭാഷണം നടത്തുന്ന സഹോദരിമാരില്ലയോ. എത്രയെത്ര മോശപ്പെട്ട കോളുകളാണ്, എത്രയെത്ര മോശപ്പെട്ട ഓഡിയോ കോളുകളാണ് ഇന്നും ഇന്റർനെറ്റിൽ കിടക്കുന്നത്. മലബാർ ദേശത്തും തെക്കത്ത് ദേശത്തുമുള്ളതായ മുസ്ലിം അംഗമാരുടെ ഉമ്മമാരുടെ മോശപ്പെട്ട ഓഡിയോ കോളുകൾ ഇന്നും ഇന്റർനെറ്റിലില്ലയോ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, ഈ സമൂഹത്തെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. എത്ര എത്ര വിപത്താണ്, എത്ര വലിയ മോശമായ വിപത്താണ് അന്യ പുരുഷനുമായി അന്യ സ്ത്രീകളുമായി. പുരുഷന്മാരെ സ്ത്രീകളെ നിങ്ങൾ നടത്തുന്ന ഭാഷണമില്ലയോ, മോശപ്പെട്ട സംഭാരമില്ലയോ, സംസാരമില്ലയോ. അന്യ പെണ്ണിനെ വീഴ്ത്താൻ വേണ്ടി ഏതൊക്കെ മോശപ്പെട്ട ലൈംഗിക ചുവയുള്ള ഭാഷകൾ സംസാരിക്കണോ അതെല്ലാം സംസാരിച്ചുകൊണ്ട് അവളെ അങ്ങനെ വീഴ്ത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരില്ലയോ. നിന്റെ ഓരോ ഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്, റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഫസിനാഹു അൽ കലാം, നിന്റെ മധുരിതമാകുന്ന ഭാഷണമില്ലയോ, ആ ഭാഷണമാണ്, ഭാഷണമാണ്, അത് വ്യഭിചാരത്തിന്റെ സംസാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാ. വല്ലുദനാനി തസ്നിയാൻ, രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബാ, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബാ. ഫസിനാഹുമാ അസ്മഉ, രണ്ട് കാതുകളുടെ വിചാരം. ഹറാമായ ഭാഷണം കേൾക്കുന്ന സഹോദരനുണ്ടോ? അന്യ പെണ്ണിന്റെ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് കോൽമയിൽ കൊള്ളുന്നതായ ചെറുപ്പക്കാരാ, ആ ഭാഷണം കേട്ടുകൊടുക്കൽ തന്നെ കാതിന്റെ വിചാരമാണ്, വിചാരമാണ്. ഉസ്താദേ, എന്നെ എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ വിളിക്കും, ഞാൻ അവനുമായിട്ട് കൂടുതൽ സംസാരം നടത്തിയിട്ടില്ല, അവനെപ്പോഴും എന്നെ വീഴ്ത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്നവരെ വീണിട്ടില്ല, ഞാൻ കേട്ടുകൊടുത്തിട്ടുള്ളയുള്ളൂ. പെങ്ങളെ, അവന്റെ മധുരിതമാകുന്ന ഭാഷണം കേട്ടുകൊടുക്കുന്ന നിന്റെ കാതുകൾ ചെയ്യുന്ന പ്രവർത്തനം ഹറാമാണ്, ഹറാമാ. വല്ലുദനാനി തസ്നിയാൻ, രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബാ. അന്യ പുരുഷന്റെ അന്യ സ്ത്രീയുടെ ഭാഷണം കേൾക്കുന്ന സഹോദര സഹോദരിമാരുണ്ടോ? അത് കാതിന്റെ വിചാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വരിജലാനി തസ്നിയാൻ, രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബാ, കാലുകൾക്ക് വിചാരമുണ്ട് സാബാ. ഫസിനാഹുമാ അൽ മംശാ, ഫസിനാഹുമാ അൽ ഖുതാ, രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബാ. കാലിന്റെ വിചാരം, ഓരോ ചവിട്ടടിയും നീ ഹറാമായ സ്ഥലത്തേക്ക് വെക്കുന്ന ചവിട്ടടികളില്ലയോ. സിനിമ കാണാൻ വേണ്ടി നീ പുറപ്പെടലില്ലയോ, സീരിയല് കാണാൻ വേണ്ടി പോകുന്നില്ലയോ. ഞായറാഴ്ച ദിവസം നിന്റെ വീട്ടിൽ ടി വി ഇല്ല, അയൽവക്കക്കാരന്റെ വീട്ടിൽ 4 മണിക്കത്തുള്ള സിനിമ കാണാൻ, ഉച്ചയ്ക്കുള്ള സിനിമ കാണാൻ, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സീരിയല് കാണാൻ നീ ഇറങ്ങി പുറപ്പെടുന്ന യാത്രയില്ലയോ. ഓരോ ചവിട്ടടിയും വിചാരമാണ്,
വ്യഭിചാരമാണ്. കാരണം നീ കാണുന്നത് അന്യപുരുഷനെയാണ്, നീ ദർശിക്കുന്ന അന്യ പെണ്ണിനെയാണ്, ഹറാമായ കാഴ്ചകളാണ്. അതുകൊണ്ട് യാത്ര തന്നെ എണ്ണപ്പെടുന്നത് വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതെല്ലാം പടച്ചറപ്പിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുന്ന അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 കൂട്ടർ നരകത്തിൽ പ്രവേശിക്കുകയില്ലത്രേ. അതിൽ ലാസ്റ്റ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, ഐനുൻ ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട്, പടച്ചറപ്പേ തെറ്റ് ചെയ്തു പോയി അല്ലാ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനടിമപ്പെട്ടുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അല്ലാ, അറിയാതെ കണ്ടുപോയ റബ്ബേ, അറിയാതെ അന്യ പെണ്ണിലേക്ക് പിടിച്ചുപോയ അല്ലാ, അറിയാതെ ഹറാമായ സ്ഥലത്തേക്ക് നടന്നുപോയ റബ്ബേ, നീ പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാ എന്ന പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നരകീയ മോചനമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ സദസ്സിലൂടെ നേടിയെടുക്കേണ്ടത് അതാണ്. മനസ്സിലൊരു ഖേദം, തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഖേദം. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയുയർത്തിക്കുക, ഒന്ന് കാണാനാണ്. ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുല്ലുബിനി ആദം ഖത്താഉൻ സയ്യിദുനാ റസൂലുള്ളാഹി. ചോദിച്ചതിന്റെ പേര് ഇറങ്ങി പോവാണ്, അറിയാതെ ചോദിച്ചാണ്. കുല്ലുബിനി ആദം ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടാരാണ് അത്തൗവാബുൻ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റിയാത്തവരില്ല, എല്ലാവരും തെറ്റുകാരാണ്. ഓരോ ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്തവരായി ഒരാളും ഈ സദസ്സിലുണ്ടാവൂല. സഹോദര സഹോദരിമാരടക്കമുള്ളവരും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ? റബ്ബിലേക്ക് തൗബ ചെയ്യുക. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏറ്റു പറഞ്ഞു, തെറ്റ് സമ്മതിച്ചിട്ട് റബ്ബെ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് റബ്ബിലേക്ക് പറയുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളത് പറയാതെ നടക്കുകയാണ്, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലാക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ എന്ന് പറയുന്നില്ല ഇവിടെ ആരും. ഇപ്പൊ കേരളക്കരയിൽ പല ഭാഗങ്ങളിലായി വലിയ ദുരന്തങ്ങളുണ്ടായി. അല്ലേ? എല്ലാ പള്ളികളിലും നമ്മൾ ദുആഇന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. മനുഷ്യനവൻ പടച്ച റബ്ബിനോട് ഏറ്റു പറയണം, റബ്ബേ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റു പറയണം. കുറച്ചൊന്ന് കേറിയിരുന്നോളെ ആ ഉള്ള കസേരയിലേക്ക്. പുറയില് അവിടെ തിക്കും തിരക്കും കൂട്ടണ്ട, കുറച്ചും കൂടെ കേറിയിരുന്നു. ആ ഇരിക്കുന്നവര്, പുറയിലൊക്കെ ഇരിക്കുന്നവർ മുമ്പിലത്തെ കസേരയിലേക്ക് ഒന്ന് കേറിയിരുന്നോളെ. ഇവിടെ ഈ സൈഡിലും ഒന്ന് കേറിയിരുന്ന് സഹകരിക്കും. അവിടെ അങ്ങ് തിരക്ക് കൂട്ടണ്ട, ബാക്കിൽ ഒന്ന് കേറിയിരുന്ന് സഹകരിക്കും. വേഗാട്ടെ, ബിസ്മില്ല. മുന്നോട്ട് മുമ്പിലുള്ള കസേരയിലേക്ക് ഒന്ന് കേറിയിരുന്നാൽ മതി. ധൈര്യമായിട്ടിരിക്കാമല്ലോ. ഇവിടെ ആകുമ്പോ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. സ്കൂളിലും നിങ്ങൾ പുറകിൽ പോയിരിക്കുന്നു, ഇവിടെയും പുറകിൽ. ഇങ്ങനെ എന്തിനാ ഫ്രണ്ടിലോട്ടിരുന്ന് ധൈര്യമായിട്ട്? ഞാൻ വേഗം നിർത്താം, അധികം നീട്ടൂല. അതിനാ നേരത്തെ തുടങ്ങിയത് തന്നെ. 11 കാലാകുമ്പോ എല്ലാം കഴിയും. അരമണിക്കൂർ കൂടെ ഉള്ളൂ. നാളെ വെള്ളിയാഴ്ചയല്ലേ? എല്ലാവർക്കും അൽക്കഹഫ് സൂറത്ത് 3 വട്ടം ഓതാറുണ്ട്. സലാത്ത് ഡെയിലി 1000 ചെല്ലുന്നവരൊക്കെ ഉണ്ടോ ഇതിനകത്ത്? അവർക്ക് ചെല്ലാണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ കൊടുക്കണം. വെറുതെ നീട്ടി കൊണ്ട് ഇബാദത്തെടുക്കുന്നവരാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലേ? അതല്ലേ? അതുകൊണ്ട് വേഗം നിർത്താം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രാവിലെ 10 മണിയാകുമ്പോഴേ പള്ളിയിൽ വന്ന് സ്ഥലം പിടിക്കുന്ന കൗമ അതൊക്കെ. അപ്പൊ അവർക്ക് നേരത്തെ അവിടെ വരണ്ടേ? നേരത്തെ പോയാലല്ല. മാത്രമല്ല സുബൈ നിസ്കരിക്കണം എല്ലാവർക്കും ജമാഅത്തായിട്ട്. നമ്മൾ വഅദ് കഴിഞ്ഞിട്ട് സുബൈ പോകാൻ പാടില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. കുറച്ച് കാര്യം നമുക്ക് പറഞ്ഞ് ദ്വാരന്ന് പിരിയാം. ദ്വാരക്കലാണ്, അതാണ് മർമ്മപ്രധാനം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ നന്നാകാനാണ്, ഞാനും നിങ്ങളും നന്നാകാനാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉറക്കെ പറയുന്ന അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. പാപം പൊറുപ്പിച്ചെടുക്കണം. റബ്ബിനോട് പറഞ്ഞ് പൊറുപ്പിച്ചെടുക്കേണ്ട മാസമാണ്. വിപത്തുകൾ ഉണ്ടാകുന്ന കേരളക്കരയിൽ ഉടനീളം വിപത്ത്, അല്ലേ? എത്ര ആളുകൾ കഴിഞ്ഞ വർഷം തീരദേശ പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായപ്പോ മലമുകളിൽ ഇരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാകണം, അങ്ങക്ക് വിഷയമില്ല, കണ്ടോ മലയുടെ മുകളിലാണ്. അല്ലാഹ് ഇപ്രാവശ്യം ഉരുൾ പൊട്ടി, അവിടെയാണ് പ്രശ്നം ഉണ്ടായത്.
മനസ്സിലാക്കണം. നമ്മൾ കരുതി വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ വരിക? എവിടെ വരിക? താഴ്ന്ന പ്രദേശങ്ങളാ. ചിന്തിക്കാനാണ് ഈ പറയുന്നത് കേട്ടോ. ചിന്തിക്കുക, ശരിക്കും ചിന്ത വരട്ടെ. വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ? താഴ്ന്ന പ്രദേശങ്ങളിലല്ലേ വരേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ വിട്ടിട്ട് നമ്മളെപ്പോലെ ഭൂമി വാങ്ങിക്കോ എന്ന് മനസ്സുകൊണ്ട് കരുതിയവർക്ക് ഇപ്രാവശ്യം കിട്ടിയ പണിയുണ്ടാവും. നിലമ്പൂര് ദേശം, വയനാട് ചുരം, വലിയ വലിയ മേഖലകൾ വസിച്ചിരുന്നവർ, ഉയർന്ന ഭൂപ്രദേശത്ത് താമസിച്ചിരുന്നവർ, അവിടെ ഉരുളുപൊട്ടിയിട്ട് ഒന്നായിട്ട് അവിടുന്ന് വെള്ളത്തിൽ മൊത്തത്തിൽ മുടപ്പെട്ടു പോയി. മനസ്സിലാക്കണം, ചിന്തിക്കാനാണ്. മനുഷ്യന് ചിന്ത വരണം. അടുത്ത വർഷം ഇനി എങ്ങനെയാകുമോ? നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നമുക്കറിയാം മുൻകാലങ്ങളിൽ സുനാമി ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി, അതും പോയി എല്ലാം പോയി, നമ്മളെല്ലാം പോകും. അല്ലാഹു കാക്കട്ടെ. പടച്ച റബ്ബ് തന്ന അതായത് പറഞ്ഞു, ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത്? ഭൂമി പിളർത്തിയിട്ടാണോ വരുന്നത്? ആകാശത്തുനിന്ന് വരുന്നതാണോ? അവസാന കാലഘട്ടമോ പലതും ഉണ്ടാകും, ഒക്കെ സംഭവിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഹദ്ദിസ്നി അനി സൽസലാ, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സിൽസാലുകളെ പറ്റി, ഭൂകമ്പങ്ങളെ പറ്റി, ദുരന്തങ്ങളെ പറ്റി, ഇത്തരത്തിലുള്ള പീഡിതമാകുന്ന പ്രയാസങ്ങളെ പറ്റി ഒന്ന് വിവരിച്ചു തരണേ ആയിഷ, ഒന്ന് വിവരിച്ചു തരണേ ഉമ്മ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാലത്ത് മഹദി അവറുകൾ പറയുകയാ, ഇദസ്തബാഹു അസ്സിനാ, വ്യഭിചാരം ഹലാലാക്കുന്ന കാലഘട്ടം കടന്നു വന്നാൽ, വ്യഭിചാരം സാർവത്രികമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ, വിവാഹേതര ലൈംഗിക ബന്ധത്തിന് പോലും അനുമതി വരുന്നതായ കാലഘട്ടം വന്നാൽ, ഇത്തരത്തിലുള്ള വിപത്തുകളെ പ്രതീക്ഷിക്കണേ, വിപത്തുകളെ പ്രതീക്ഷിക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഞാൻ എന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ആര് പറയാൻ? ആയിഷ ബീവി പറയാ. ഭാര്യ പറയാ, ഭർത്താവാകുന്ന മുത്തുനബി പറഞ്ഞ എന്ത്? വ്യഭിചാരം സാർവത്രികമായാൽ ജനങ്ങൾ അതിങ്ങനെ ഹലാലാക്കി, അതൊന്നും വിഷയമല്ല. കൂൾ മൈൻഡ്, അത് തന്നെയാണ് മൊത്തത്തിൽ. അത് തന്നെയാണ് ഞാനതാ പറഞ്ഞത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇവിടുന്ന് വണ്ടി കയറി ഡൽഹി റെഡ് സീറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് റാഹത്തായിട്ട് തിരിച്ചു വരുന്ന പരിപാടി അല്ല ഈ പറഞ്ഞത്. പിന്നെ ഏതാണ്? കണ്ണുണ്ട്, കാതുണ്ട്, കൈക്കുണ്ട്, ഈ വ്യഭിചാരങ്ങൾ അത് സാർവത്രികമാണ്. സമൂഹത്തിൽ വല്ലാതെ നടക്കുന്ന ഞാൻ പറഞ്ഞ മൊബൈൽ ഫോണിലൂടെ, വാട്സാപ്പും ഫേസ്ബുക്കിലൂടെയും അശ്ലീല ചാറ്റിങ്ങിലൂടെയും ഒക്കെ നടക്കുന്ന. അല്ലാഹു ആക്കട്ടെ. ഒരാൾ തന്നെ 5 കണക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന കോമുണ്ട്. 5 സിം 15 സിം ഒക്കെ ആയിട്ട് നടക്കുന്ന സഹോദരിമാരുണ്ട്. എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര സഹോദരിമാരെ നമ്മുടെ നാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കേസുകളുണ്ട്. കാളെ ഞാൻ എളുപ്പരാക്കുന്നില്ല, ഇപ്പൊ അതൊക്കെ പറയാൻ പോയ വേറെ രീതിക്ക് പോകും. 40-50 വയസ്സെത്തിയതായ സഹോദരിമാർ സ്വന്തം ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാർ അവസാനം പിടിക്കപ്പെട്ടപ്പോ 5 മൊബൈൽ ഫോൺ, 15 സിം, ഇത്ര ഉണ്ട്. ഖുർആനോ? ഖുർആനില്ല അവരുടെ കയ്യില്. നമുക്കൊന്നും അതില്ലല്ലോ. നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു ഖുർആനുണ്ടോ? നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഒന്നും ഇല്ലാത്തതിന്റെ അവസ്ഥയാണ് ഇതൊക്കെ. സ്വന്തമായിട്ട് ഖുർആൻ ആരാ ഓതുന്നത്? ഇന്നിപ്പോ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതി എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റും? ഉയർത്താനല്ല, എത്ര പേർക്ക് പറ്റും? വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം. ഇതാ വക്കാത്തിയ സൂറത്ത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകന് പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ പാരായണം ചെയ്ത എത്ര സഹോദര സഹോദരിമാരുണ്ട്? തങ്ങളെ പഠിക്കുന്നതല്ലയോ? അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, സ്ത്രീകളെ നിങ്ങൾ പഠിപ്പിക്കണേ സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി കൽപ്പിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്ത്രീകളോട് പ്രത്യേകം പറയാൻ. എന്താ പുരുഷന്മാര് വേണ്ടേ? അല്ല, പുരുഷന്മാര് കച്ചവടത്തിന് വേണ്ടി പോകുന്നു, വീട്ടിലിരിക്കുന്ന സഹോദരിമാര് വെറുതെ ഇരിക്കണ്ട, സൂറത്തുൽ വാഖിയ ഓത്. കാരണം കച്ചവടത്തിൽ കടയിൽ ആള് കയറണമെങ്കിൽ നമ്മളിവിടെ ഓതണം. ഇത് ഓതരുമില്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ദിക്റും ഔറാദും എടുത്തിട്ടുണ്ടോ രക്ഷപ്പെടും, ഉറപ്പാണ്. പടച്ച തമ്പുരാൻ ഉയർത്തും, തീർച്ചയാണ്. വിപത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ സലാമത്ത് നൽകും, എല്ലാ വിപത്തുകളും നൽകും.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തിയതാണ്, നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ് നിന്റെ കാതുകളെ, നിന്റെ കണ്ണുകളെ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കണേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം ചെയ്ത രണ്ട് അവയവങ്ങളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഭാഗ്യം ചെയ്ത രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ കണ്ണ്, മറ്റൊന്ന് നാവ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടും ഭാഗ്യമുള്ള അവയവമാണ്. ബാക്കിയൊന്നും ഭാഗ്യമില്ല എന്നർത്ഥത്തിലല്ല, ബാക്കിയൊക്കെ ഭാഗ്യമുണ്ടെങ്കിലും ഇത്രത്തോളം ഭാഗ്യമില്ല. എന്താണ് ഞാൻ പറഞ്ഞുതരാം, ഭയങ്കര ഭാഗ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ സ്വർഗാവകാശികൾക്ക് അടുക്കൽ സ്വർഗത്തിൽ കഴിയുന്നതായ ആളുകൾ ആ സ്വർഗത്തിൽ വസിക്കുന്ന സമയത്ത് ആദ്യമായി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആഹാരമേതാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ് മാ അവ്വലു മാ യഅകുലു അഹ്ലുൽ ജന്ന. സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കബദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ്. കരള് റോസ്റ്റ് ചെയ്ത് നൽകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ല, വലിയ മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും. മീൻ ഇഷ്ടമുള്ളവരാരാ? എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ആരുമില്ലേ? എല്ലാവരും ഇറച്ചിയുടെ ആൾക്കാരാണ്. അല്ല, ഒറിജിനൽ ബീഫ് കിട്ടുമോ? ഒറിജിനൽ ബീഫ് കിട്ടുന്ന കട നമുക്ക് ഒന്ന് രണ്ടെണ്ണം അറിയായിരിക്കും. നമ്മൾ പറയട്ടെ, അല്ല അവിടെ പോണം, പോത്തുമുക്കി പോണം, ഇവിടെയാണ് ഒറിജിനൽ ബീഫ് ഉണ്ട്, അങ്ങനെ നമ്മൾ പറയാം. അങ്ങനെയാണോ? കിട്ടാറുണ്ടോ? നിങ്ങളെന്താ ആരും അനങ്ങാത്ത? ക്ലാപ്പനയുള്ളവരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടാ? എല്ലാം കരുനാഗപ്പള്ളിക്കാരാണല്ലേ ഇതെല്ലാം ഇരിക്കുന്നത് ഫ്രണ്ടിലല്ലേ? ഉണ്ടോ? കിട്ടുവോ? എന്റെ പേര്. നാളെ സ്വർഗാവകാശികൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? കബദുൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് വരും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കഴിക്കാൻ തൗഫീഖ് തരട്ടെ. കരള് എനിക്കിഷ്ടമല്ല, ഞാൻ മറ്റേ ചൂര പോലും കൂട്ടത്തില്ല, കാരണം അതിനകത്ത് ഈ കരളിന്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് എന്ന് പറയുന്ന സഹോദരിമാരുണ്ടാവും. ഏറ്റവും ടേസ്റ്റാണ്, സ്വർഗമാണെന്ന് കരുതിക്കോണത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഫുഡാണ്. സ്വർഗത്തിൽ കടക്കണ്ടേ? ആഗ്രഹമുള്ളവരൊന്ന് കൈയുയർത്തിക്ക്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്നെ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിനും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു തഅ്വാ ഉസ്താദിന്റെ ദറജ ഉയർത്തട്ടെ. ഉറക്കെ പറയുന്ന അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാപ്പന ദേശത്ത് ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഹബ്ബീങ്ങളുണ്ട്. അല്ലാഹു ആ മഹബ്ബത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാ ആഴ്ചയും അവരെ സിയാറത്ത് ചെയ്യാറുണ്ട് എന്ന് ഈ സദസ്സിന് മുമ്പാകെ ഒരാൾ പറയുകയുണ്ടായി, എന്നോട് ഉണർത്തുകയുണ്ടായി. അല്ലാഹു അവരുടെയൊക്കെ സിയാറത്ത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മൂപ്പര് കുറച്ചു നേരം ഫ്രണ്ടിരിക്കും, പിന്നെ ബൈക്കിൽ പോയി, പിന്നെ കുറച്ച് അങ്ങനെ ഓളിയും കറക്റ്റ് ചെയ്യുന്ന ഇവിടെ ശ്രദ്ധിക്കും. നമ്മുടെ ഏറ്റവും വലിയ മുഹിബാട്ടോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ജുമായ്ക്ക് ഫ്രണ്ട് സഫീല മൂപ്പര്. അല്ലാഹു കബൂലാക്കട്ടെ.
അങ്ങനെ പറഞ്ഞാൽ ഖിയാമത്ത് ഉണ്ടാവും. അതിനെ അങ്ങനെ പറയുന്നത് ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? പ്രചോദനം കൊടുക്കണമല്ലോ. അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക.